ഹായ് ഹവിയോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഇതൊരു അനിവാര്യ ഘടകമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രം സംസാരിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ചാണ്. ഹെൽത്തിനെ കുറിച്ചെന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു പേഴ്സൺ ഹെൽത്തി ആണെന്ന് തിങ്ക് ചെയ്യുന്നത്. ആ പേഴ്സണെ നല്ല ആരോഗ്യത്തോട് കാണുമ്പം ആ പേഴ്സൺ ഹെൽത്തി ആണോ? അല്ല. അതായത് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതിലെ ആരോഗ്യം മാത്രമല്ല കേട്ടോ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, അവന്റെ സറൗണ്ടിങ്സ് അതെല്ലാം വരുന്നത് തന്നെയാണ് ഹെൽത്ത്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഹെൽത്ത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിൽ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ഘടകമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം. ആ മെന്റൽ ഹെൽത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നമുക്ക് ഹെൽത്തി പേഴ്സൺ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ മാനസികമായിട്ട് നമുക്ക് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ശ്രമിക്കണം. അപ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്ന ഒരാൾ ചിലപ്പോൾ മെന്റലി വീക്ക് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല. സോ ചില പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വരുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസം വരുത്തുക. അവർ പറയുന്ന കാര്യം കേൾക്കുക. അവർ കൂടുതൽ ആ കാര്യത്തിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പേടിപ്പിക്കാത്ത രീതിയിൽ അതിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ആ മനുഷ്യനൊരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് മാറും. മെന്റൽ ഹെൽത്താണ് എല്ലാത്തിൻ്റെയും ഉറവിടം. അപ്പോൾ നമുക്കും മറ്റുള്ളവരെ മെന്റലി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക.